ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്നലെ കിച്ചണിൽ നിന്നുകൊണ്ട് അനുമോള് കറി വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു അടിയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ റിലീസ് ചെയ്തിരുന്നു. സത്യത്തിൽ ആ ഒരു സംഭവം എന്താണ് എന്നറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. ഇത് അനുമോള് കിച്ചണിൽ നിന്നുകൊണ്ട് കറി വിളമ്പുകയായിരുന്നു. ചോറും മട്ടനുമായിരുന്നു. അപ്പോൾ ഷാനവാസ് അവിടെ നിന്നും പറയുന്നുണ്ട്, എനിക്ക് ഒരു പീസ് കൊടുത്ത എനിക്ക് ഒരു എക്സ്ട്രാ പീസ് കൂടി തായോ എന്നുള്ളത്. അപ്പോൾ അനുമോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ചധികം ദേഷ്യം കാണാറുണ്ട്. അനുമോൾ ഏത് സമയത്തും അല്ലെങ്കിൽ എപ്പോൾ കിച്ചണിൽ നിന്നുകൊണ്ട് ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് വിളമ്പുമ്പോഴും അനുമോൾ എപ്പോഴും ഒരു ദേഷ്യം കാണിക്കുന്നതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആര്യനും അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കൊരു പീസ് തരൂ എന്നുള്ളത്. അതിനുശേഷം ആര്യൻ ഒരു പീസ് എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടുകയാണ്. അതിനുശേഷം ഷാനവാസും അതുപോലെ തന്നെ ഒരു പീസ് എടുത്തുകൊണ്ട് ഓടുന്നു. അങ്ങനെ അനുമോൾ ഇത് കാണുന്ന സമയത്ത് അനുമോൾക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനായിട്ട് അനുമോൾ പറയുകയാണ്, ഇനി ഞാൻ ആർക്കും വിളമ്പി കൊടുക്കുന്നില്ല, നിങ്ങളെല്ലാവരും കൂടി വിളമ്പി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോവുകയാണ്. അതങ്ങനെ അനീഷ് ഏറ്റുപിടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഷാനവാസ് ചെയ്തത് തെറ്റാണ്, ഷാനവാസാണ് ആദ്യം എടുത്തത് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ആര്യനാണ് ആദ്യം പീസ് എടുത്തുകൊണ്ട് പോയത്, അതിനുശേഷമാണ് ഞാൻ എടുത്തത്, ആര്യനാണ് ആദ്യം എടുത്തത് എന്നുള്ളത്. പിന്നെ അനീഷിൻ്റെ പ്രകൃതം അറിയാലോ, പറഞ്ഞ ഒരു കാര്യം തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ആളുകളെ വെറുപ്പിക്കുക എന്നുള്ളൊരു ക്യാരക്ടർ കൂടി അനീഷിനുള്ളത് കൊണ്ട് തന്നെ അനീഷ് വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത്രയും പ്രായവും പക്വതയുമുള്ള ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ആഹാരത്തിനോട് പോലും ഒരു റെസ്പെക്റ്റ് കാണിക്കുന്നില്ല, ഞാൻ എല്ലാവർക്കും ഈക്വലി അല്ലേ ഇപ്പോഴും ഫുഡ് വിളമ്പി തരാറുള്ളത്, ഇവരെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഒരു ദിവസം പോലും എനിക്കിവിടെ മര്യാദയ്ക്ക് മനസമാധാനത്തോടുകൂടി ഫുഡ് വിളമ്പാൻ സാധിച്ചിട്ടില്ല, ഞാൻ എല്ലാവരോടും ഒരുപോലെയല്ലേ നിൽക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നേരം അവിടെ നിന്ന് കരയുന്നുണ്ട്. അതിനുശേഷം ബിന്നി വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അതായത് നീ എല്ലാവർക്കും ഒരുപാട് ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ടാണ് നിന്നോട് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, ഷാനവാസിക്കൊക്കെ നീ അത്രയധികം ഫ്രീഡം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അവർ നിന്നോട് നീ എന്ത് ചെയ്താലും നീ ഒന്നും പറയില്ല എന്നുള്ള ഒരു ലാഘവം ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആര്യൻ്റെ കാര്യം പറയേണ്ടല്ലോ, ആര്യനൊരു സെൽഫിഷാണ്, അവന് മറ്റുള്ളവരെ കഴിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അവൻ ശ്രദ്ധിക്കാനോ മൈൻഡ് ചെയ്യാനോ പോവില്ല, അവനവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നത്. പനിമോൾ വീണ്ടും പറയുന്നുണ്ട്, ആഹാരത്തിനോട് ഒരു റെസ്പെക്റ്റ് വേണ്ട, എനിക്കിതൊന്നും കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല, എനിക്കിതൊന്നും കണ്ട് ഫുഡ് ഇറങ്ങില്ല എന്നൊക്കെ വേണം. അപ്പം നൂറയും ആദിലൊക്കെ അനുമോളോട് എന്നാൽ വാരിത്തരാം, കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. എന്നിട്ടും അനുമോൾ കഴിക്കുന്നില്ല. ഈ സമയത്ത് ഡൈനിങ് ഏരിയയിൽ ഷാനവാസും അനീഷും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട നല്ലൊരു വഴക്ക് നടക്കുന്നുണ്ട്. അതായത് ഷാനവാസ് പറയുകയാണ്, ആര്യനാണ് ആദ്യം എടുത്തത്, രണ്ടാമതാണ് ഞാൻ എടുത്തത് എന്നുള്ളത്. അപ്പോൾ ആര്യൻ പറയുന്നത് ഷാനവാസാണ് ആദ്യം എടുത്തത്, അതിനുശേഷമാണ് ഞാൻ എടുത്തത് എന്നുള്ളത്. അപ്പോൾ ഒനിയൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെയധികം പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്നൊന്നുമില്ല, കട്ടിട്ടുള്ളവർ എല്ലാവരും കള്ളന്മാർ തന്നെയാണ്, കള്ളൻ അത്രയേ ഉള്ളൂ എന്നത്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ആര്യനെയും ഷാനവാസിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ബിന്നി ഇവിടെ പറഞ്ഞത്, നിങ്ങൾ രണ്ടാളും ചെയ്തത് തെറ്റ് തന്നെയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് എന്നത്. അപ്പോൾ അനീഷ് ഇതേ കാര്യം വീണ്ടും വീണ്ടും അവിടെ നിന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഷാനവാസ് ചെയ്തത് തെറ്റാണ് എന്നതൊക്കെ. എന്നിട്ട് ഇത്രയും പറയുന്നതിനിടയിൽ അനീഷ് മറ്റൊരു കാര്യം കൂടി ഷാനവാസിനോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ഷാനവാസിന് എങ്ങനെ ഈ കഴിക്കുന്നത് ഇറങ്ങുന്നു എന്നത്, അതായത് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ വായിൽ കൂടി ഇറങ്ങുന്നു ഇത്രയും പറഞ്ഞിട്ട് എന്നത്, അതൊരിക്കലും അനീഷ് അങ്ങനെ പറയരുതായിരുന്നു. അതെനിക്ക് കേട്ടപ്പോഴും എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ഇത്തരത്തിൽ പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി ആർക്കാണെങ്കിലും അത് ഹേർട്ട് ചെയ്യും. അതാണ് ഷാനവാസിനും ഉണ്ടായത്. അപ്പോൾ ഷാനവാസ് ആ സമയം തന്നെ അനീഷ് പറയുന്നത് കേട്ട ഉടനെ തന്നെ അനീഷിൻ്റെ മുന്നിലേക്ക് ആ ഒരു ഫുഡും പ്ലേറ്റും എല്ലാം കൂടി നീക്കി വെച്ചിട്ട്, ഇനി നീ മുണുങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അനീഷ് ആ പറഞ്ഞത് ഒരിക്കലും ശരിയാണ് എന്നെനിക്ക് തോന്നിയില്ല. പക്ഷേ ലൈവിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈവിൽ ഒരുപാട് നേരം ഉണ്ടായിരുന്ന ഈ ഒരു ഫൈറ്റ് എപ്പിസോഡിൽ തെറ്റ് തന്നെ മറ്റാരുടെയൊക്കെയോ മേലേക്ക്, അല്ലെങ്കിൽ അനുമോളുടെയും അനീഷിൻ്റെയും ഇവരുടെ എല്ലാം ഭാഗത്താണ് തെറ്റ് എന്നുള്ള മട്ടിലാണ് എപ്പിസോഡ് വന്നത്.
കാരണം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫൈറ്റുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ. ഞാൻ ഈ ലൈവും എപ്പിസോഡും കണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരിക്കലും അനീഷ് അത്തരത്തിൽ പറയരുതായിരുന്നു എന്നതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഒരിക്കലും നമ്മൾ ഫുഡുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഫൈറ്റ് തന്നെ അനാവശ്യമായതാണ്. അതിനിടയ്ക്ക് ഒരിക്കലും അനീഷ് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമുണ്ടല്ലോ. ഇത് കുറച്ച് കൂടിപ്പോയി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം ഈ ഒരു ഫൈറ്റിനിടയിൽ ഷാനവാസ് പറയുന്നുണ്ട് എപ്പോഴും ഫുഡ് വിളമ്പുന്ന സമയത്ത് അനുമോള് ഫേവറിസം കാണിക്കാറുണ്ട്. അവൾക്ക് താല്പര്യമുള്ള അവൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം അവൾ കൂടുതൽ ഫുഡും കറിയും എല്ലാം കൊടുക്കും. നമ്മളൊക്കെ അവരുടെ മുമ്പിൽ യാചിച്ചുകൊണ്ട് കെഞ്ചി ഒരു പീസ് തായോ എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. എനിക്ക് പല സമയത്ത് അനുമോള് ഫുഡ് വിളമ്പുന്ന സമയത്ത് ആ ഒരു അനുമോളുടെ ബിഹേവിയർ എനിക്ക് തീരെ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. അനുമോൾ വല്ലാത്തൊരു ദേഷ്യവും മറ്റുള്ളവരെല്ലാവരും ഒരു പീസ് തായോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കെഞ്ചി നിൽക്കുന്നൊരു അത്തരത്തിലൊരു ഫീൽ എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്. അതർവൈസ് അനുമോൾ കിച്ചണിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അനുമോളുടെ കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഇടപെടലുകളൊക്കെ വളരെയധികം മികവുറ്റത് തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ സത്യത്തിൽ ഷാനവാസിൻ്റെയും ആര്യൻ്റെയും അനീഷിൻ്റെയും ഭാഗത്തും നല്ല രീതിയിലുള്ള മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അനുമോൾ കാണിച്ചിരിക്കുന്നത് ഫുഡ് എനിക്ക് വേണ്ട, ഫുഡ് ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞത് ഫുഡിനോടുള്ളൊരു ഇറസ്പെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരിക്കലും അനുമോൾ അങ്ങനെ ചെയ്യരുതായിരുന്നു. പിന്നെ അനീഷ് പറഞ്ഞത് വളരെയധികം വലിയൊരു തെറ്റ് തന്നെയാണ്. ആര്യനും ഷാനവാസും ചെയ്തിരിക്കുന്നതും അതിനേക്കാൾ വലിയ തെറ്റ് തന്നെയാണ്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചെയ്യുന്നതായിരിക്കും.